ഇനിയിപ്പോ നിങ്ങക്ക് എന്നോട് എന്ത് വേണോ ചോദിക്കാം. എനിക്ക് ഹൈഡ് ചെയ്യാനൊന്നുമില്ല. എന്താ പറ, നിനക്ക് എന്നാ ലാസ്റ്റ് ആയിട്ട് അടി കിട്ടിയത്? സ്കൂളിൽ പഠിച്ച ശേഷം നിനക്ക് എന്തായാലും അടി കിട്ടിന്നുള്ള കാര്യം ഉറപ്പാ. നിനക്ക് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിനക്ക് ഡയറി ചൂസ് ചെയ്യാം. എനിക്ക് പറയാനേ ഒരു മടിയുമില്ല. ഞാൻ അഭിമാനത്തോടെ പറയും, ഫെമിനിസ്റ്റ് ടീമുമായിട്ട് മലയ്ക്ക് പോയപ്പോഴാ അവസാനമായിട്ട് അടിപിടി. ഞങ്ങൾ അതൊക്കെ ടി വി ലൈവ് കണ്ടതാ. ഓ, സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിക്കായിരുന്നില്ലേ? പക്ഷേ അവിടെ കൊണ്ടൊന്നും തീർന്നില്ല. വീട്ടിൽ ചെന്നപ്പോ അമ്മൂമ്മയുടെ വക കാരണം പുകച്ചൊരടി. പിന്നെ ഞാനൊന്നും നോക്കിയില്ല, അച്ഛന്റെ കയ്യിൽ നിന്ന് സിഗരറ്റും എടുത്ത് വീട്ടിൽ നിന്ന് അങ്ങ് ഇറങ്ങി. ആ മതി മതി, നമുക്കിനി അടുത്ത ആരാ നോക്കാം. പറ മോളെ ശ്രീലക്ഷ്മി, എന്ത്? നമ്മൾ എല്ലാരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ്. നിന്റെ കാമുകൻ ആരാ? കാമുകനോ? ആ, കാമുകൻ. നീ ഒരു മിണ്ടാപ്പൂച്ചയായതുകൊണ്ട് ഞങ്ങൾ ആരും ഒന്നും അറിയില്ലെന്ന് കരുതിയോ? സത്യം പറ, നിനക്ക് ആരോ ഒരാളുണ്ട്. പറയടി, എടി പറയാൻ. സത്യമായിട്ട് എനിക്ക് ആരുമില്ല. പിന്നെ എനിക്ക് ഈ പ്രേമത്തിനോട് വലിയ താല്പര്യമൊന്നുമില്ല. വീട്ടുകാരെ പറയുന്നു അയാളെ മാത്രം ഞാൻ കല്യാണം കഴിക്കും. പ്രേമിക്കുന്നു വെച്ച് കല്യാണം കഴിക്കണം നിർബന്ധമുണ്ടോ? ഓ, ഒരു ഫെമിനിസ്റ്റ് വന്നേക്കുന്നു. മതി മതി, നമുക്ക് അടുത്ത ആളെ നോക്കാം. നിന്റെ ലവ് സ്റ്റോറി ഒക്കെ ഞങ്ങൾക്കറിയാം, അതൊക്കെ പരസ്യമാണല്ലോ. പക്ഷെ ഞങ്ങൾക്ക് അറിയേണ്ട ഒരൊറ്റ കാര്യമുള്ളൂ. എന്ത്? നിലവിൽ നിനക്ക് എത്ര കാമുകന്മാരുണ്ട്? ബെസ്റ്റ്, അവൾക്ക് പോലും അറിയത്തുണ്ടാവില്ല അതിന്റെ കണക്ക്. വല്ല 20-30 ആയിരിക്കും അല്ലേ ദേവു? ആണോ? പറയാൻ എനിക്കിപ്പോ മനസ്സില്ല. ആൻസർ പറയാൻ വയ്യെങ്കിൽ നീ ഡയറി തിരഞ്ഞെടുക്കണം. പറ്റുമോ? പറ്റുമോന്ന്? ശരി. നിന്റെ വാട്സാപ്പ് ഓപ്പൺ ചെയ്തേ നീ ആരായിട്ടൊക്കെ ചാറ്റ് ചെയ്തെന്നുള്ള ഫുൾ ലിസ്റ്റും ഞങ്ങൾക്ക് കാണിച്ചു. അയ്യോ, അതൊന്നും വേണ്ട. പ്ലീസ് പ്ലീസ് പ്ലീസ്. നിങ്ങൾ എന്താ ഇങ്ങനെ ഒരു പെണ്ണിന്റെ പേഴ്സണൽ കാര്യത്തിലൊക്കെ ഇടപെടാൻ പോകുന്നേ? പെൺകുട്ടികളായ കുറച്ച് കടക്ക ഒതുക്കം വേണം. ഓ, ഒരു കുലസ്ത്രീ വന്നേക്കുന്നു. നിന്റെയൊക്കെ ഈ ഫ്യൂഡൽ ചിന്താഗതി ഉണ്ടല്ലോ, അതൊക്കെ അങ്ങ് 15-ാം നൂറ്റാണ്ടില്. സ്ത്രീകളും പുരുഷന്മാരും തമ്മില് ഇപ്പൊ യാതൊരു വ്യത്യാസങ്ങളും ഞാൻ കാണുന്നില്ല. സ്ത്രീകൾ അടങ്ങി ഒതുങ്ങി ഇരിക്കേണ്ട കാര്യമുണ്ടോ? ദേവു, നീ എത്ര അവന്മാരെ വേണമെങ്കിലും പ്രേമിച്ചു കളഞ്ഞോ? തേച്ച ഇവിടെ ആരും ഒന്നും ചോദിക്കാൻ പോകുന്നില്ല. എന്റെ പൊന്ന് നയനെ ഒന്ന് നിർത്തോ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ അപ്പ പിണങ്ങുന്നവളാ. വാ, നമുക്ക് അടുത്ത് നോക്കാം. മതി, ഇത് ബോറടിക്കുന്നു. അതാ മതി, നമുക്കിനി കാർഡ്സ് കളിക്കാം. ഇതും കൂടെ കഴിഞ്ഞിട്ട് നിർത്താം. അങ്ങനെ അവസാനം ടീനിക്ക് എന്നെ പണി കിട്ടി. എന്ത് പണി? എനിക്ക് ഒരു പണിയും കിട്ടിയില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്റെ അടുത്ത് ചോദിക്കാം, ഞാൻ റെഡിയാ. എന്നാ പറ, നീ ചെയ്ത ഏറ്റവും വലിയ കുറ്റം എന്താ? കുറ്റം അതൊക്കെ ഓർത്തു വെക്കാൻ പറ്റുമോ? അല്ലറ ചില്ലറ ചെറിയ ചെറിയ കുറ്റങ്ങൾ, അത്രയൊക്കെ ഉള്ളൂ. നിനക്കിപ്പൊ പറയാൻ പറ്റുമെങ്കിൽ പറ, എനിക്ക് ഡയറി തരാം. ഇതൊക്കെ പെട്ടെന്ന് ഓർത്തു വെക്കാൻ പറ്റുമോ? ഒരു കാര്യം ചെയ്, നീ ഡയറി പറ, അത് ഞാൻ ചെയ്യാം. എന്നാ പിന്നെ നീ ഞങ്ങളെ ഒന്ന് പേടിപ്പിക്കും. നീ വലിയ ഇലുമിനേറ്റഡ് ആളല്ലേ? സിമ്പിൾ. അതൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല. ദൈവത്തെ പോലും വിശ്വാസമില്ലാത്ത എനിക്കോ പ്രേതം? നിക്കാമ നടന്ന് വിചാരിച്ച പോലും എന്നെ പേടിപ്പിക്കാൻ പറ്റില്ല. ഇപ്പൊ കാണിച്ചുതരാം. ഇത് ശരിക്കും നടന്ന സംഭവം ഞാനിപ്പോ പറയാൻ പോകുന്നത്, കേട്ടല്ലോ? ഓ, വല്ല കള്ളിയങ്കാട്ട് നീലി വല്ലതും ആയിരിക്കും. ഇതേ അതിനും മേലെയാ. ഞാനൊരു കഥ പറയാം, ശ്രദ്ധിച്ചു കേൾക്കണം. ഒരിടത്ത് ഒരമ്മയും മകനും ഉണ്ടായിരുന്നേ. ആ മകന് അച്ഛനില്ലായിരുന്നു. അമ്മ വളരെ കഷ്ടപ്പെട്ട് ഈ മകനെ വളർത്തി. അങ്ങനെ ഈ മകൻ വളർന്ന് വലുതായി, ഭയങ്കര കുടിയനായി. അങ്ങനെ വീട്ടിലുള്ള പല സാധനങ്ങളും വിറ്റ് ഈ മകൻ കുടിക്കാൻ തുടങ്ങി. അങ്ങനെ കുറെ കാലം കഴിഞ്ഞപ്പോ വീട്ടിലുള്ള ഒരു സാധനവും ബാക്കിയില്ലാതായി. ഒരിക്കൽ അയാള് വീട്ടിൽ ചെന്നപ്പോ അമ്മ കിടന്നുറങ്ങുമായിരുന്നു. അമ്മയുടെ കയ്യില് ഒരു റിങ് കിടക്കുന്നുണ്ടായിരുന്നു. ആ റിങ് അവൻ ഊരാൻ ശ്രമിച്ചായിരുന്നേ. അപ്പോ ഊരിട്ട് വരുന്നില്ല. അപ്പൊ അവൻ എന്ത് ചെയ്തു? കത്തി കൊണ്ട് വിരല് മുറിച്ചെടുത്തു.
അങ്ങനെ കുറച്ചു നാള് കഴിഞ്ഞപ്പോ അവന്റെ അമ്മ മരിച്ചു. അതോടെ അവൻ ജയിലിലായി. പിന്നെ കുറെ നാള് കഴിഞ്ഞവൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി ലോറി ഡ്രൈവറായി. ഒരു രാത്രിയില് ഇവൻ ഒറ്റയ്ക്ക് ലോറി ഓടിച്ചു പോവായിരുന്നേ. വിജനമായ ഒരു വഴിയിൽ വെച്ച് ഭയങ്കര പ്രായമുള്ള ഒരു അമ്മുമ്മ ലോറിക്ക് കൈ കാണിച്ചു. അപ്പൊ ഇവൻ നിർത്തി. അമ്മുമ്മ വണ്ടിക്കകത്ത് ലോറി കയറി. അങ്ങനെ അവൻ ലോറി ഓടിച്ചു പോവായിരുന്നേ. അപ്പൊ അവനിങ്ങനെ ഓടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് അമ്മുമ്മയെ നോക്കിയപ്പോ അമ്മുമ്മയുടെ കയ്യിലൊരു വിരല് കാണാനില്ല. അപ്പൊ അയാൾ ചോദിച്ചു, അമ്മുമ്മയുടെ കയ്യില് ഒരു വിരൽ എവിടെയും ചോദിച്ചു. ഒരു വിരൽ എവിടെയും ചോദിച്ചു. അപ്പൊ അമ്മുമ്മ ഒന്നും മിണ്ടാതിരിക്കുകയാണേ. വീണ്ടും ചോദിച്ചു, അമ്മുമ്മയുടെ കൈക്ക് എന്ത് പറ്റിയും ചോദിച്ചു. എന്നിട്ട് അമ്മുമ്മ ഒന്നും മിണ്ടുന്നില്ലേ, മിണ്ടാതിരിക്കോ. അപ്പൊ അവൻ വീണ്ടും ചോദിച്ചു, അമ്മുമ്മയുടെ ഒരു വിരൽ എവിടെ ചോദിച്ചു. ആ നീയല്ലാതെ എടുത്തേം ചോദിച്ചു. പേടിച്ച? എന്നിട്ട് പേടിച്ചില്ലേ? കഴിഞ്ഞ എന്ത് പേടിക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞു. ദേവ് പേടിച്ചല്ലോ. ആ ബെസ്റ്റ്. ടോമാഞ്ചേരി കണ്ടാ തന്നെ പേടിക്കുന്ന ആളാ. പിന്നെയാ ഇത്. പേടിച്ചൊന്നുമില്ല. ടീന അവസാനം ശബ്ദം ഉണ്ടാക്കിയപ്പോ ചെറുതായിട്ടൊന്ന് ഞെട്ടിന്നേ ഉള്ളൂ. ടീന നിനക്ക് എന്തിന്റെ കേടാടി? ഇത്ര ഉണ്ടായിരുന്നല്ലോ. ഞാൻ വിചാരിച്ച എന്തോ സംഭവമായിരിക്കും. ഇതിലും ഭേദം വല്ല ഭോജ്പുരി സിനിമയുടെ കഥയും പറഞ്ഞു പേടിപ്പിക്കുന്നതായിരുന്നു. കഷ്ടം. ഓഹോ, അപ്പൊ നിങ്ങൾ ആരും പേടിച്ചില്ലേ? ആ എന്നാലേ ഞാൻ വേറൊരു സംഭവം ചെയ്യാം. നിങ്ങൾ എല്ലാരും പേടിച്ച് നിലവിളിക്കും. അവസാനം എന്നാരും കുറ്റപ്പെടുത്തരുത്, കേട്ടല്ലോ? ഹലോ ജോബോടോ വല്ലതും ആയിരിക്കും. അതെ, നിനക്കിതല്ലാതെ വേറെ ഒരു ഉടായ്പും അറിയത്തില്ലേ? ഓജോ പോടാ, അതൊക്കെ പിള്ളേര് കളി. ഞാനിപ്പൊ ചെയ്യാൻ പോകുന്നതേ അതുക്കും മേലെയാ. അത് ഈ പാവപ്പെട്ട അലഞ്ഞു തിരിഞ്ഞു കിടക്കുന്ന ആത്മാക്കളൊന്നും അല്ല. നല്ല ഒന്നാന്തരം തറവാട്ടി പറഞ്ഞ പിശാചികളാ. ആ അയ്യോ വേണ്ടടി, അതൊന്നും വേണ്ട പ്ലീസ്. നീ ഒന്ന് മിണ്ടായിരു ദേവു. ഇവളെന്താ ചെയ്യുന്നതെന്നൊന്ന് കാണട്ടെ. ഇമാതിരി പരിപാടികളൊക്കെ നമ്മൾ കുറെ പൊളിച്ചു കൊടുത്തിട്ടുള്ളതാ. എങ്കിൽ ശരി, ഇതിനെനിക്ക് കളം വരയ്ക്കണം, മെഴുകുതിരികളും വേണം. എല്ലാരും പോയി ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് വാ. ആ എന്നാ നിങ്ങൾ ചെയ്, ഞാൻ ഇപ്പൊ വരാമേ. അവിടെ ഇരി. നീ എവിടെ ഇരി? നീ ചെയ്. ആ ഞങ്ങള് കാണട്ടെ നിന്റെ പിശാചിനെ. അപ്പൊ ഇതിന് വേണ്ട സാധനങ്ങളൊക്കെ നിങ്ങൾ എല്ലാരും പോയി എടുത്തിട്ട് വാ. നീ പോയി മെഴുകുതിരി കൊണ്ടുവാ. ശരി. ആ ചെല്ലു ചെല്ലു ചെല്ലു. ആ നീയേ ഇതെടുത്തോണ്ട് പോ. പോകാൻ. അതെ, നിന്റെ പഴയ തറവാട്ടിലെ ഈ കുപ്പയിലാക്കി വെച്ചിരിക്കുന്ന വല്ല ഭൂതോ പ്രേതോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോടി? എന്ത്? അവരെ പേടിപ്പിക്കാനോ? ഇതെന്തിനാ? കളം വരയ്ക്കണ്ടേ? ഉപ്പുമാവൊക്കെ തീർന്നു. തൽക്കാലം ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ശരി, ഇത് മതി. അതിങ്ങനെ അതെ, ഈ മഞ്ഞപ്പൊടിയെ നമ്മൾ ഈ വൈറ്റ് ഫ്ലോറിൽ ഇട്ടാലേ പിശാചിന് അറിയാൻ പറ്റൂല. അതിന് ബ്ലാക്ക് ഫ്ലോർ തന്നെ വേണം. നീ ഇപ്പൊ എവിടെ? ഇതെന്തിനാ? അതെ, നിന്നെ ഞാൻ അങ്ങനെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. ചെയ്, നിന്നെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിച്ചിട്ടേ അടങ്ങും. ഇതെന്താ ഇങ്ങനെ? ആ അവള് മലയ്ക്ക് പോയപ്പോഴേ അവിടുന്ന് ചന്നം പിന്നെ അടി കിട്ടിയത് ഓർമ്മയുണ്ടോ? അതിന്റെ പാട. സ്ത്രീകളാണെന്നുള്ള പരിഗണന പോലും അവന്മാര് തന്നില്ലെന്നേ. നീയല്ലേ കുറച്ചു മുന്നേ സ്ത്രീയും പുരുഷനും ഒന്നാണെന്ന് പറഞ്ഞത്? അവസാനം അടി കിട്ടണ കാര്യം വന്നപ്പോ സ്ത്രീക്ക് പരിഗണന. അതെ, നീയേ കൂടുതലൊന്നും പറയണ്ടേ. അതെ, നിങ്ങൾ ഇങ്ങനെ കിടന്ന് ബഹളം വെക്കണ്ട, അതങ്ങ് വിട്ടേക്ക്. നീ എന്തേ പറയുന്നേ? ഞാൻ മന്ത്രം ചൊല്ലിട്ട് നീ ഒന്നും മിണ്ടാതിരിക്കും. ഇതിനൊക്കെ ലാറ്റം മന്ത്രം തന്നെ വേണം. അതെ, ഇത് മറ്റേ ഹാരി പോട്ടറിന്റെ. ഏത് ഹാരി പോട്ടൻ? എനിക്കൊരു ഹാരി പോട്ടനെ ഒന്നും അറിയില്ല. ഒന്ന് പോയേ. മെഴുകുതിരി കത്തിക്കുന്നതിന് മുൻപ് ശബ്ദം ഉണ്ടാക്കുന്ന ഏതെങ്കിലും ഒരു മെറ്റൽ ഒബ്ജക്റ്റ് വേണം.
അതില്ലാതെ പിശാചിനെ വിളിക്കാനേ പറ്റില്ല. രക്ഷപ്പെട്ടു. മെറ്റൽ ഒബ്ജക്റ്റ് എവിടെ? എവിടെ? അതില്ലാതെ പറ്റില്ല. നിർത്തിയിട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത്. എവിടെ? നിനക്കത് എവിടെ നീട്ടി? പ്രതിഭ ചേച്ചിയുടെ മുറിയിലുണ്ടായിരുന്നു. നിനക്കറിയില്ലേ? അവന് മന്ത്രവാദിയായിരുന്നോ? എന്തെങ്കിലും ആയിക്കോട്ടെ. ശരി ശരി. എവിടെ എവിടെ എവിടെ? ആ ഇനി ലൈറ്റ് ഓഫ് ചെയ്തേ. പിശാചും കുട്ടിബോധമൊന്നും അല്ല, ഇത് ഞാനാ. നയനെ, നീ എന്തിനാ ചുമ്മാ ആളെ പേടിപ്പിക്കുന്നേ? നിനക്കൊക്കെ എന്താ ഇത്ര പേടി? കുറെ നേരം അയാളുടെ ഉടായ്പ തുടങ്ങിയിട്ടു. എനിക്കിതൊക്കെ ബോറടിച്ചു. സോ പേടിപ്പിക്കാന്ന് വെച്ചു. അതിനിപ്പോ എന്താ? നീ ഇടപെട്ടില്ലായിരുന്നെങ്കി ശരിക്കും പിശാച് വന്നേനെ. പിന്നെ ഇപ്പൊ വരും. ദേ പിള്ളേരെ, സമയം എന്തായെന്നാ നിങ്ങളുടെ വിചാരം? നിങ്ങൾ ഇവിടെ കിടന്ന് ഇങ്ങനെ ബഹളം ഉണ്ടാക്കിയ നാട്ടുകാരെന്ത് വിചാരിക്കും? അതെ, നാട്ടുകാരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചേ പെണ്ണുങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമോ പ്രതിഭ ചേച്ചി? ദേ, കുട്ടിയുടെ ഫെമിനിസ്റ്റ് ഒക്കെ അങ്ങ് കോളേജിൽ കാണിച്ചാ മതി. ഇവിടെ മര്യാദയ്ക്ക് കഴിഞ്ഞില്ലെങ്കിലേ നാട്ടുകാർ എന്നെ കൊണ്ട് ഈ പേയിങ് ഗസ്റ്റ് പരിപാടി അങ്ങ് നിർത്തിക്കും. മനസ്സിലായോ? ഓ മനസ്സിലായി. ഫുഡ് റെഡിയായോ ചേച്ചി? അതൊക്കെ എപ്പോഴേ ആയി. വന്ന് കഴിച്ചു പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് പിള്ളേരെ. വാ. ദേവു, ഇങ്ങ് വന്നേ. ദാ വരുന്നു. എന്താ പറ്റി ദേവു? എന്താ പ്രശ്നം? എന്തു പറ്റി? എടി എന്താ പറ്റിയേ? എന്താ കാര്യം എന്ന് പറ. ഇവിടെ ഇവിടെ ആരും ഉണ്ട്. എവിടെ? അവിടെ. നീ എന്ത് കണ്ടു എന്നാ പറയുന്നേ? ഇവിടെ ഇപ്പൊ ആരാ? എവിടെ? ഇവിടെ എങ്ങും ആരുമില്ല. വെറുതെ നോണ പറയല്ലേ. അല്ലടി, ഞാൻ കണ്ടതാ. അവിടെ അവിടെ ആരും ഉണ്ട്. നീ നോക്ക് പോയി. നിനക്ക് വെറുതെ തോന്നിയതായിരിക്കും. ഒന്നാതെ നീ ഒരു പേടി തൂറിയ. എടാ, നീ എന്തിനാ പേടിക്കുന്നേ? നമ്മളെല്ലാരും ഇവിടെ ഇല്ലേ? എടി ഇല്ല, ഞാൻ കണ്ടതാ. അവിടെ ഇവിടെ ഒന്നും ആരുമില്ല കുട്ടി. കഴിച്ചിട്ട് കിടക്കാൻ നോക്ക്. ഓരോരുത്തരെ പേടിപ്പിക്കാൻ വേണ്ടി അവൾ ഒതൊന്ന് കാണിച്ചു കൂട്ടിയിട്ട് മോശം. എടി, ഇത് ഞാനാ. നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ? വാ, വന്ന് കിടക്കാം. വാ.
ഒച്ച കേട്ടില്ല. ആ എന്താടാ എന്തുപറ്റി? എവിടുന്ന എവിടെ? നീ കരയാതെ. എന്തുപറ്റി? കരയാതിരിക്കെ. നീ പോയി ലൈറ്റ് എന്റെ ഇട്. റൂമിൽ എന്തോ ഉണ്ട്. നീ ഞാൻ എന്താ കണ്ടതാ. കണ്ടേ? ഇവൾക്ക് തോന്നിയതായിരിക്കും. എന്തോ പേടിപ്പിക്കുന്ന രൂപമുണ്ട്. രൂപോ? നീ കരയാതിരിക്കെ. വാ. ഞാൻ ദേവു, ശരിക്കും നീ കണ്ടതാ. കരയാതെ. ഞാൻ പറയുന്ന കേക്ക്. ഇരിക്കെ. എന്റെ ദേവു, നീ ആരെ കണ്ടെന്ന് നീ പറയുന്നേ? എന്തോ ഒരു രൂപമുണ്ട്. എന്ത് രൂപം? എനിക്കറിയില്ല. പക്ഷെ ആദ്യം നീ എന്തോ ഉണ്ട്. കരച്ചിൽ നിർത്ത്. എന്ത് പറ്റി ദേവു? എടി എന്റെ റൂമിൽ ആരോ ഉണ്ട്. ആര്? എന്തോന്ന് പിള്ളാരെ ഇത്? മനുഷ്യരെ നിങ്ങൾ ആരും രാത്രി കിടത്തി ഉറക്കത്തില്ലേ? ഇവൾ ആരാണ്ടെ കണ്ട് പേടിച്ചു എന്ന് പറഞ്ഞ് നിലവിളിച്ച് കരയുക. കരയല്ലേടാ. ആരെ കണ്ട്? ഈ മുറിക്കകത്തോ? എടി ഞാൻ അത് ജനലൊരു ശബ്ദം കേട്ട്. പക്ഷെ അവിടെ നോക്കിയപ്പോ ആരും ഉണ്ടായിരുന്നില്ല. ബാത്റൂമിന്റെ വാതില് തനിയെ തുറന്നിരിക്കുന്നു. അവിടെ നോക്കിയപ്പോ ഞാൻ ഒരാളെ കണ്ടതാ. ഈ രണ്ട് കണ്ണുകളുള്ള ഒരാളെ ഞാൻ കണ്ടതാ അവിടെ. എന്നിട്ട് പെട്ടെന്ന് നോക്കിയപ്പോ കാണാനില്ല അയാളെ. എന്റെ തോന്നലൊന്നുമല്ല, ഞാൻ കണ്ടതാ അയാളെ. ദേവു, നീ ഇങ്ങനെ തൊട്ടേനും പിടിച്ചേനും ഇങ്ങനെ ആവല്ലേ. നീ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് കൂട്ടുന്നോണ്ടാ അല്ലേ? അതെ. ഇവിടെ ഇപ്പൊ ആരാ ഇങ്ങോട്ട് വരാൻ? ടീന, നിന്നോട് ഞാൻ അപ്പഴേ പറഞ്ഞു ഇതൊന്നും വേണ്ടത്. നീ എല്ലാത്തിനും കാരണം. എന്താ ടീന ഈ കുട്ടി പറയുന്നേ? ഒന്നുമില്ലേ ചേച്ചി. ദേവു, അങ്ങനെയൊന്നും ഇല്ല. ഞാൻ വെറുതെ നിങ്ങളെയൊക്കെ പേടിപ്പിക്കാൻ വേണ്ടിട്ടല്ലേ ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടിയത്. നീയല്ലേ ലാറ്റിൻ ബന്ധത്തിൽ ഓരോന്നൊക്കെ. എടി, എനിക്ക് ലാറ്റിൻ എന്ന് പറഞ്ഞാൽ എന്താന്ന് പോലും അറിയത്തില്ല. പിന്നെ ഞാൻ ഈ ഇംഗ്ലീഷ് സിനിമയൊക്കെ കണ്ടിട്ട് അതിൽ നിന്ന് എടുത്തിട്ടൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞു. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ. ഇവിടെ എന്തെങ്കിലും ഉണ്ടെന്ന് തന്നെ വെച്ചോ. ഇവളുടെ കണ്ണി മാത്രം ഇത് കാണുന്നുള്ളല്ലോ. അതെന്താ? നമ്മളാരും കാണുന്നില്ലല്ലോ. നമ്മളാരും ഒന്നും കാണുന്നില്ലല്ലോ. ഇല്ല, ഞാനും കണ്ടു. ദേവ് പറഞ്ഞ സത്യ. ഇവിടെ ആരോ ഉണ്ട് നമ്മളെ ഉപദ്രവിക്കാൻ. നീയും കണ്ടോ? അത് ഞാനും കണ്ടു. അതെന്റെ പുതപ്പ് വലിച്ചോണ്ട് പോയി. നമ്മൾ ഒരുമിച്ചല്ലേ റൂമിൽ കിടന്ന് ഉറങ്ങിയത്. അപ്പൊ ഞങ്ങളോട് പറയത്തെന്താ? അത് പെട്ടെന്നങ്ങ് പോയി. അപ്പോഴാ ദേവിന്റെ നിലവിളി കേട്ടത്. ദേവു, ഞാൻ പറഞ്ഞില്ലേ, നോക്ക് കണ്ടോ. അവിടെ എങ്ങും ആരുമില്ല. ഒന്ന് പോടി. നിങ്ങൾ പേടിക്കാതെ. പ്രായപൂർത്തിയായ പെമ്പിള്ളേര് താമസിക്കുന്ന ഇടങ്ങളില് ഇതുപോലത്തെ ഞരമ്പ് രോഗികൾ കയറി വന്നു. അതാ ഇത് കൂട്ടുള്ളവന്മാരെയാ നിങ്ങൾ ഭൂതവും പിശാശെന്നൊക്കെ പറഞ്ഞ് ചുമ്മാ പേടിക്കുന്നേ. വേറെ പണിയില്ല. ഇതൊക്കെ പോലീസിൽ വിളിച്ചു പറയേണ്ട കേസാ. അതാ നാശം. ആവശ്യത്തിന് റേഞ്ച് കിട്ടത്തില്ല. ഞാൻ പോയി എന്റെ ഫോൺ നീ എടുത്തിട്ട് പോയത് ട്രൈ ചെയ്തേ. കിട്ടുന്നില്ല വിളിച്ചിട്ട്. ശ്ശേ, എനിക്ക് റേഞ്ചില്ല. കണ്ടോ, ഇതൊക്കെയാ പിശാശിന്റെ കളിയാ. നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായില്ലേ? കണ്ടോ. ഓ, ഒന്ന് നിർത്തോ. ഇതെനിക്ക് തോന്നുന്നത് ഏതോ മൊബൈൽ ടവറിന്റെ കംപ്ലൈന്റ് വല്ലതുമായിരിക്കും. ചുമ്മാ അതിന് പ്രേതം പിശാശ് വീണ്ടും തുടങ്ങും. പോലീസിൽ വിളിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്താ? നാട്ടുകാരുണ്ടല്ലോ. ആ ആ അവൻ ഡോറ് പുറത്തുനിന്ന് പൂട്ടിരിക്കാന്നാ തോന്നുന്നത്. ഡോറ് തുറക്കാനും പറ്റുന്നില്ല. അയ്യോ അയ്യോ, ഇതിപ്പോ എവിടുന്നാ കേൾക്കുന്നത്? നിങ്ങൾ ഇത് ആരോട് ചോദിച്ചിട്ട് എന്റെ ഈ സാധനങ്ങളൊക്കെ എടുത്തോണ്ട് പോന്നേ? നിങ്ങൾക്കൊക്കെ പഠിക്കാനും ജോലിക്ക് പോകാനും വേണ്ടിയിട്ട് എന്റെ വീട്ടിൽ പേയിങ് ഗസ്റ്റ് ആയിട്ട് നിർത്തിയിരിക്കുന്നത്. അല്ലാതെ എന്റെ ഈ വക സാധനങ്ങൾ തൊടരുത്. ഞാനേ ലാൻഡ് ഫോൺ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. വാ നമുക്കും പോയി നോക്കാം. വാ. ഞാൻ വരുന്നു. അയ്യോ.
അവൻ കേബിൾ കട്ട് ചെയ്തെന്നാ തോന്നുന്നേ. ഇതൊക്കെ ഇപ്പൊ വെച്ചതാ. ചേച്ചിയോട് ഞാൻ അപ്പോഴേ പറഞ്ഞു ഇവിടെ പ്രേതമുണ്ടെന്ന്. കണ്ടോ? ഇത് ഭൂതവും പിശാചും ഒന്നും അല്ല, ഇതൊക്കെ അവന്റെ പണിയാ. നീ പറഞ്ഞതിന് വല്ല ലോജിക് ഉണ്ടോ? ഇവിടെ നമ്മൾ നിൽക്കുമ്പോ ആര് വന്ന് ചെയ്യാനാ? ഭൂതവും പിശാചുക്കളും ഒക്കെയാണ് നിങ്ങളുടെയൊക്കെ ലോജിക് അല്ലേ? ഇത് അവൻ തന്നെയാ നിങ്ങളെ പേടിപ്പിക്കാനായിട്ട്. നമ്മളെ പേടിപ്പിക്കണ ആരെങ്കിലും ഇത്രയൊക്കെ ചെയ്യോ? അതുകൊണ്ട് അവർക്ക് എന്ത് നേട്ടം കിട്ടാനാ? കുട്ടികളെ നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാ. ഓരോരുത്തന്മാർ സമയം പോകാൻ വേണ്ടിട്ട് ഇതല്ല ഇതിലപ്പുറം കാണിക്കും. ഇത് മറ്റവൻ തന്നെയാ. കഴിഞ്ഞ ദിവസം ഒരു പെണ്ണേസ് പെട്ടിട്ട് അവൻ ജയിലിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ. അവനുള്ള പണി ഞാൻ കൊടുക്കാം. ചേച്ചി വേണ്ട പ്ലീസ്. എന്താ അവനകത്ത് കയറിയോ? അതൊന്നും അല്ല, അവിടെ ഒരു ചെറിയ പാറ്റയെ കണ്ട നിലവിളിയായി കേട്ടത്. നിങ്ങളെ കൊണ്ട് വലിയ ശല്യമായല്ലോ. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഉറക്ക നിലവിളിക്കരുതെന്ന്. നാട്ടുകാർ വല്ലതും കേട്ട എന്താ വിചാരിക്കുക? അതെ, ചേച്ചി എന്തിനാ ഇങ്ങനെ നാട്ടുകാരുടെ കാര്യത്തിൽ ഇത്രയും കൺസേൺഡ് ആവുന്നേ? അതെ, ഇത് പെണ്ണുങ്ങൾ മാത്രം താമസിക്കുന്ന വീടാ. ഇവിടെ നിലവിളി ഒച്ചപ്പാടൊക്കെ കേട്ടാലേ നാട്ടുകാർ വേറെ വല്ലതും വിചാരിക്കും. എനിക്ക് കുഴപ്പമൊന്നുമില്ല. അവസാനം പേരുദോഷം നിങ്ങൾക്കായിരിക്കും. അതെ, ഈ ഒരു സ്ത്രീ വിരുദ്ധത ഒന്ന് നിർത്താവോ? ആ മണിയും തുണിയൊക്കെ നമ്മൾ അവിടെ നിന്ന് എടുത്ത് മാറ്റിയതല്ലേ? ഇതിപ്പോ എവിടുന്ന? നമ്മളിവിടെ തർക്കിച്ചോണ്ടിരുന്ന സമയത്തെ അവൻ അവിടെ അകത്ത് പണി തുടങ്ങി. ഇത് വലിയ ശല്യായല്ലോ. ഇതെവിടെ നേരത്തങ്ങ് മാറ്റിയാ പോരെ? നീ കരയില്ലേ ടീന? ഒന്ന് സമാധാനപ്പെട്. ഞാൻ പറഞ്ഞപ്പോ ഇവിടെ ആരും വിശ്വസിച്ചില്ലല്ലോ. എന്റെ തോന്നലാന്ന് പറഞ്ഞു. ഇപ്പൊ എന്തായി? നിന്റെ കണ്ണി തന്നെ കണ്ടില്ലേ? നീ പറഞ്ഞത് ശരി തന്നെയാ. അത് സാധാരണ മനുഷ്യനല്ല, പിശാച്. ഞാൻ കണ്ടതാ. കുട്ടി ഇതെന്തൊക്കെയാ പറയുന്നേ? സത്യമായിട്ട് ഞാൻ കണ്ടതാ. എന്റെ പൊന്നെ, ഒന്ന് നിർത്തോ? നിന്നെ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് എനിക്കറിയില്ല. ഞാൻ എന്റെ 2 കണ്ണുകൊണ്ട് കണ്ടതാ. പെട്ടെന്ന് വന്ന് അതുപോലെ പോയി. ഇതൊക്കെ മാനസികമായിട്ട് എല്ലാവർക്കും തോന്നുന്ന കാര്യ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇതിനെയാണ് ഹിസ്റ്റീരിയ എന്ന് പറയുന്നത്. ഒരാൾ കണ്ടെന്ന് അവകാശപ്പെടും, അപ്പോ വേറൊരാളും കൂടെ അതിന്റെ കൂടെ ചേരും. ഭയം അങ്ങനെ നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ പറ്റും. അടുത്ത ആളുടെ മാനസികാവസ്ഥ അവര് പോലും അറിയാതെ മറ്റൊരാൾ സാധൂകരിക്കുന്നു. ഇതാണ് ഇതിന്റെ പുറകിലെ തിയറി. അല്ലാതെ ഭൂതം, പിശാശ് അങ്ങനെ ഒരു സംഭവം ഇല്ല. നയന, നിനക്ക് ഈശ്വരവിശ്വാസം ഇല്ലെന്ന് വെച്ച് അതുള്ളവരെ മാനസിക രോഗികളെ കാണിക്കേണ്ട ആവശ്യമില്ല, കേട്ടല്ലോ? നിന്നെ പോലെ പ്രാകൃത ചിന്താഗതി ഉള്ളവരോടൊന്നും ഇതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഞാൻ എന്തായാലും അവനെ ഒന്ന് പോയി പിടിക്കാൻ പറ്റുമോ നോക്കാം. അല്ലെങ്കിൽ ഞാൻ അയൽക്കാരെങ്കിലും വിളിച്ചു കൂട്ടാം. അല്ലാതെ നിങ്ങളെപ്പോലെ ഇവിടെ പേടിച്ച് ചുരുണ്ട് മൂലക്കിരിക്കാൻ എന്നെ കിട്ടില്ല. ഇപ്പൊ ഞാൻ പോയി പണി കൊടുക്കാം. നീ എന്താ ഇപ്പൊ പറഞ്ഞ? ഞാൻ കണ്ടു. എന്ത്? ഞാൻ പോലും അറിയാതെ ഞാൻ പുറത്തു പോയി കണ്ടു. അതൊക്കെ എവിടെ നിൽക്കട്ടെ, നീ ഇപ്പൊ എന്താ പറഞ്ഞേ? അത് അപ്പൊ ആപത്ത് വരുമ്പോ നിന്റെ യുക്തിവാദമൊക്കെ കാണില്ലല്ലോ അല്ലേ? നിങ്ങളെ എന്നെ കുറിച്ചുള്ള കാര്യം വിട്. ഇപ്പൊ അതാണ് ഇവിടുത്തെ വിഷയം. പിന്നെന്താ? നിങ്ങൾ പറഞ്ഞൊക്കെ ഞാൻ സമ്മതിച്ചു. എനിക്കും ഇപ്പൊ ഒരു അനുഭവം ഉണ്ടായി.
ഇത് നേരത്തെ പറഞ്ഞ ഹിസ്റ്റീരിയ മറ്റാണോ? അല്ലേ ചേച്ചി, സത്യമായിട്ട് ഞാൻ കണ്ടതാ. ഇതാ പിശാശു തന്നെയാ. നയനെ, നീയാണ് എല്ലാത്തിനും കാരണം. മന്ത്രവാദം കാണുമെന്ന് പറഞ്ഞ് നീയല്ലേ അവളെ ഇളക്കി വിട്ടത്? ഞാനല്ലല്ലോ അത് ചെയ്തേ. അവക്ക് ബ്ലാക്ക് മാജിക് അറിയാവുന്ന കാര്യം എനിക്കറിയില്ലല്ലോ. ടീനെ, നീ തന്നെ ഇതിനൊരു സൊല്യൂഷൻ കണ്ടേ പറ്റൂ. എന്നെ എന്തിനാ പറയുന്നേ? എനിക്ക് ബ്ലാക്ക് മാജിക്കും ഒരു കുന്തും അറിഞ്ഞൂടാ. നിങ്ങൾ എല്ലാരും കൂടെ അല്ലേ പേടിപ്പിക്കണം, ഡെയർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞത്? അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു. ഇത് സംഭവം വേറെയാ. ഇതിന്റെ ഉത്തരവാദി ഞാനൊന്നുമല്ല, വേറൊരാളാ. അതാരാ? ഈ പ്രതിഭ ചേച്ചിയാ. സത്യം പറ, ഈ വീട്ടിൽ ആരെങ്കിലും ആത്മഹത്യ ചെയ്തിട്ടുണ്ടോ? ചുമ്മാ അനാവശ്യം പറയരുത്. ഇവിടെ മുമ്പ് സ്റ്റേ ചെയ്ത പെൺപിള്ളേരെല്ലാരും സന്തോഷത്തോടു കൂടി തന്നെയാ താമസിച്ചത്. ആ, പിന്നെ ഈ സ്ഥലം വല്ല ശവപ്പറമ്പായിരുന്നോ? ഒന്നുമല്ല, ഇതെന്റെ കുടുംബസ്വത്താ. നിങ്ങളൊക്കെ എന്തിനാ ഇങ്ങനെ വെറുതെ എന്നെ ക്രൂശിക്കുന്നേ? ഞാൻ ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അയ്യോ, അല്ല, ഇവിടെ എന്തോ ഉണ്ട്. അതല്ലേ നമ്മളും പറഞ്ഞു എന്തുകൊണ്ടെന്ന്. അതേ വീടിന്റെ കുഴപ്പമൊന്നുമല്ല. എനിക്ക് മനസ്സിലായി. ഇതത് തന്നെ. ആ മണി തനിയെ ചലിക്കുന്നു, മുഴങ്ങുന്നു. അതാ നമ്മളെ കളത്തിന്റെ നടുക്ക് വെച്ചത്. എന്തോ ശപിക്കപ്പെട്ട മണി തന്നെയാ. എന്റെ പൊന്നു മക്കളെ, അത് ശപിക്കപ്പെട്ടതൊന്നല്ല. ഞാനത് കാശ് കൊടുത്ത് ഒരു സാധാരണ കടയിൽ നിന്ന് വാങ്ങിച്ചതാ. ചേച്ചി, ഈ വീട്ടിൽ ശപിക്കപ്പെട്ടതായിട്ട് മറ്റെന്തെങ്കിലും ഉണ്ടോ? സത്യമായിട്ട് ഈ വീട്ടിൽ അങ്ങനെ അത്ഭുത ശക്തിയുള്ളതോ ശപിക്കപ്പെട്ടതോ ആയിട്ടുള്ളതോ ഒന്നുമില്ല. അതെ, അങ്ങനെ ശപിക്കപ്പെട്ടതല്ലെങ്കിലും ഒരു പ്രത്യേക ശക്തിയുള്ള ഒരു വസ്തു എന്റെ കയ്യിലുണ്ട്. അതെന്താ നിന്റെ കയ്യിലുള്ള ആ വസ്തു? പക്ഷെ നിങ്ങളാരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് തലമുറകളായിട്ട് കൈമാറി വരുന്നൊരു സിന്ദൂരച്ചപ്പ. അതിലൊരു ദേഹി ആവാഹിച്ചു വെച്ചിട്ടുണ്ട്. അതെന്താണ്? ദേഹിയോ? നിങ്ങൾ ഈ ആത്മാവ്, പ്രേതം എന്നൊക്കെ പറയത്തില്ലേ, അതുപോലൊരു സംഭവം. ദേഹിക്ക് ശരീരമില്ല, പക്ഷെ പല രൂപങ്ങളുണ്ട്. അതങ്ങനെ വരാറുണ്ട്. എന്നിട്ട് പക്ഷെ കുഴപ്പമില്ല, ആ ചെപ്പിനെ 3 നേരവും പൂജിച്ച് എന്റെ അലമാരയിൽ വെച്ചിട്ടുണ്ട്. അതിന് വേറെ ആരെങ്കിലും എടുത്താലേ ദേഹി പുറത്തു വരത്തുള്ളൂ. നീ എന്തിനാ ഇതെടുത്തേ? നിന്റെ ഇമോഷനും കാരണം ഇവിടെ ഇത്രയും പ്രശ്നം ഉണ്ടായത്. സത്യം പറ, ഇതിനു മുൻപ് നീ മോഷ്ടിച്ചിട്ടില്ലേ? എന്റെ പല സാധനങ്ങളും ഇവിടുന്ന് കാണാതെ പോയിട്ടുണ്ട്. അതാരാ മോഷ്ടിച്ചെന്നുള്ളത് ഇപ്പോഴെനിക്ക് മനസ്സിലായി. നിനക്കെന്താ ഇപ്പൊ ഒന്നും പറയാനില്ലേ? ഞാൻ അറിഞ്ഞോട്ട് മോഷ്ടിച്ചതല്ല. പ്ലീസ് എന്നെ വിശ്വസിക്കൂ. നീ കാരണം ഞങ്ങളിപ്പോ എന്തൊക്കെ അനുഭവിക്കുന്നേ? ഞാൻ അറിഞ്ഞോണ്ട് മോഷ്ടിക്കുന്നതല്ല. ഇഷ്ടം തോന്നുന്ന ഓരോന്ന് കാണുമ്പോ അങ്ങ് എടുത്തു പോകുന്നതാ. ഇതിനെ തന്നെ ഞാൻ മോഷണോന്ന് പറയുന്നേ. നിങ്ങൾ എല്ലാരും ഇതൊന്ന് നിർത്തുവോ? പാവം ആ കൊച്ചിനെ കരയിപ്പിക്കാൻ. ഇത് മോഷണവും കള്ളത്തരമൊന്നും അല്ല. പറഞ്ഞു കേട്ടിട്ട് ഇത് ക്ലെപ്റ്റോമാനിയാണെന്ന് തോന്നുന്നു. നീ ആദ്യം നിർത്ത് നിന്റെ ഈ സൈക്കോളജി ക്ലാസ്. ഇത് സൈക്കോളജി തന്നെയാ. എല്ലാരും കൂടി ചുമ്മാ ഒരാളെ ഇട്ട് ഇങ്ങനെ ക്രൂശിക്കരുത്. ഈ ക്ലെപ്റ്റോമാനി എന്ന് വെച്ചാല് അത് ആരും അറിഞ്ഞോണ്ട് ചെയ്യുന്ന മോഷണമല്ല. പിന്നെ അവര് പോലും അറിയാതെ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങള് അവിടുന്ന് എടുക്കും. ദാറ്റ്സ് വാട്ട് ക്ലെപ്റ്റോമാനിയ ഈസ്. ശരി, അത് അവിടെ നിൽക്കട്ടെ. ശ്രീകുട്ടി, നീ പറ, ഇത് നിന്റെ കൈ വന്നില്ലേ? ഇനിയെങ്കിലും ആ പിശാചിനെ ഒന്ന് കളയോ? പിശാചല്ല, ദേഹി. ദേഹി എങ്കിൽ ദേഹി. ഇനിയെങ്കിലും നമ്മൾ ഇന്ന് വെറുതെ വിടുവോ? ഇല്ല. ഇല്ലേ? അയ്യോ, അപ്പൊ ദേഹിയെ കൊല്ലാൻ നമ്മളിനി എന്ത് ചെയ്യണം? ഏയ്, ദേഹി അങ്ങനെ കൊല്ലാനൊന്നും പറ്റില്ല. അയ്യോ, ദേഹിക്ക് മരണമില്ല. അപ്പൊ നമ്മുടെ മരണം ഉറപ്പായി. അയ്യോ, പിന്നെന്ത് ചെയ്യും? ദേഹിയെ തിരിച്ച ചെപ്പിനകത്ത് ആവാഹിച്ചിരുത്തണം. അതിനുള്ള കർമ്മങ്ങളൊക്കെ എനിക്കറിയാം. ഹാവു, എന്നെ എത്രയും പെട്ടെന്ന് അതങ്ങ് ചെയ്യൂ. ഏയ്, അത് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അല്ല, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. നീ എന്തിനാ ഇത്ര പ്രശ്നമുള്ള ദേഹിയൊക്കെ ചെപ്പിനകത്ത് വെച്ച് ഇങ്ങനെ കൊണ്ടു നടക്കുന്നേ? ഇത് നിന്റെ തറവാട്ടിൽ തന്നെ വെച്ചൂടായോ? പറഞ്ഞു തരാം. ഈ ചെപ്പ് തലമുറകളായി കൈമാറുന്ന ഒരു വസ്തുവാണ്. ഇതിന് എത്ര പഴക്കമുണ്ടെന്ന് ആർക്കും അറിയില്ല. ഇതിനകത്തൊരു ദേഹിയെ ആവാഹിച്ചു വെച്ചിട്ടുണ്ട്. ഓരോ തലമുറയിലും ദേവീ പ്രവാഹമുള്ള ഒരു പെൺകുട്ടിയെയാണ് ഈ ചെപ്പ് സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നത്. അവർ ദിവസവും ഇതിനെ പൂജിച്ച്
ദേവകോപം ഉണ്ടാവാതെ കാത്തു സൂക്ഷിക്കണം. ഇത് കൈമോശം സംഭവിച്ചാൽ ദേഹി പുറത്തു ചാടും. ദേഹി ചെപ്പിന്നിറങ്ങിയ എല്ലാരും ഉപദ്രവിക്കോ? നമ്മളെ കൊല്ലുവോ? ദേഹി വഞ്ചനയും കള്ളവും ഇഷ്ടമല്ലാത്ത ഒരാളാ. എവിടെ അസത്യവും അധർമ്മവും നടക്കുന്നു അവിടെ ദേഹി ആക്രമിക്കും, ഭയപ്പെടുത്തും. ഓരോ നിമിഷം കൂടുന്തോറും ദേഹിയുടെ ശക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ ഈ വീട്ടിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ദേഹി നാളെ പുറത്തിറങ്ങി എല്ലാവരെയും ആക്രമിക്കും. അയ്യോ, ഇതിനു മുന്നേ ഇങ്ങനെ വല്ലതും നടന്നിട്ടുണ്ടോ? എന്റെ മുത്തശ്ശിയുടെ കാലത്ത് ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട്. മുത്തശ്ശിയുടെ കയ്യിൽ നിന്നും ആ ചെപ്പ് ഒരു അനുജത്തി എടുത്തു. അടുത്ത ദിവസമായപ്പോഴാ മുത്തശ്ശി ഇത് അറിയുന്നത്. അപ്പോഴേക്കും ദേഹിയുടെ ശക്തി വർദ്ധിച്ചിരുന്നു. ആ ഗ്രാമത്തിലുള്ള എല്ലാരും ദേഹി ആക്രമിക്കാൻ തുടങ്ങി. എന്നിട്ട് ദേഹി എങ്ങനെ അകത്താക്കി? ആ നാട്ടിലെ എല്ലാവരും അവരവർ ഒളിപ്പിച്ചു വെച്ചിരുന്ന ചതിയുടെയും വഞ്ചനയുടെയും കഥകൾ ഏറ്റുപറഞ്ഞു പ്രായശ്ചിത്തം ചെയ്തു. അങ്ങനെ ദേഹി ചെപ്പിനകത്ത് വന്നു. പക്ഷെ ആ ഗ്രാമത്തിലെ എല്ലാ അവിഹിതങ്ങളുടെയും കൊലപാതകങ്ങളുടെയും രഹസ്യങ്ങളെല്ലാം പുറത്തു വന്നു. ചെപ്പിന് മുന്നിൽ നിങ്ങൾ എല്ലാരും ചെയ്ത തെറ്റുകൾ തുറന്നു പറയണം. തുറന്നു പറയാനോ? എന്തിന്? അതിന് നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്താലല്ലേ തുറന്നു പറയാൻ പറ്റൂ. ഞാനാണെങ്കിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അമ്മ! ഇതാണ് പ്രതിഭ ചേച്ചിക്ക് സംഭവിച്ചത്. ദേഹി പരിസരത്ത് നിൽക്കുമ്പോ അസത്യം പറയാൻ പാടില്ല. ഇങ്ങനെ നേരിട്ട് ഉപദ്രവിക്കും. നമ്മൾ ജീവിതത്തിൽ ചില തെറ്റുകൾ ചെയ്യുന്നൊക്കെ ഇരിക്കും. അത് നമ്മൾ ഓർക്ക പോലും ഇല്ല. അങ്ങനെ വലിയ തെറ്റുകളൊന്നും ഞാൻ ചെയ്തിട്ടുമില്ല. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ പറഞ്ഞോളാം. വേറൊരു വഴിയുമില്ലേ? വേറെ ഒരു വഴിയുമില്ല. ഞാൻ പറഞ്ഞതുപോലെ ചെയ്ത ദേഹി നിങ്ങളെ ഇനി ഉപദ്രവിക്കില്ല. നിനക്ക് എന്ത് വേണോന്ന് വെച്ചാ അത് പറ. അല്ലെങ്കിൽ നിനക്ക് ബ്ലാക്ക് മാജിക് ചെയ്യണോന്ന് വെച്ചാ അത് ചെയ്. ഇതാണ് നമ്മുടെ ശരിക്കുള്ള രൂപം. ജീവിതത്തിൽ നമ്മൾ പറഞ്ഞ അസത്യങ്ങളും ചെയ്ത പാപങ്ങളും എല്ലാം നമ്മുടെ രൂപത്തെ ബാധിക്കും. പക്ഷെ അതൊരു മുഖംമൂടി കൊണ്ട് നമ്മൾ പോലും അറിയാതെ മറച്ചുവെക്കുന്നു. മറച്ചുവെച്ച എല്ലാ ഗുരുതര രഹസ്യങ്ങളും മറ്റുള്ളവരെ ദ്രോഹിച്ച കഥകളും തുറന്നു പറഞ്ഞ് പ്രായശ്ചിത്തം ചെയ്താൽ ഈ വിരൂപം മാറിക്കിട്ടും. അങ്ങനെ ഇവിടെ എല്ലാരും ചെയ്താൽ ദേഹി തിരികെ ചെപ്പിനകത്ത് കയറും. ഇത്ര വികൃതമാണോ ഞാൻ? വൈകൃതം ഈ ജന്മത്തിൽ ചെയ്ത പാപത്തിന്റെ കാഠിന്യം പോലെ ഇരിക്കും. നിനക്കിത് പെട്ടെന്ന് തന്നെ മായ്ച്ചു കളയണമെങ്കിൽ ഇപ്പോൾ എല്ലാം തുറന്നു പറയാം. നിഷ്കളങ്കയായി ഈ മുറിയുടെ പുറത്തു പോകാം. കണ്ണടയ്ക്കൂ, എല്ലാം തുറന്നു പറയൂ. എന്റെ മനസ്സിൽ ഇപ്പോഴും അലട്ടുന്ന ഒരു വലിയ തെറ്റുണ്ട്. അതിപ്പോഴും എന്നെ പിന്തുടരുന്നുണ്ട്. ഞാൻ ഒരു പരിചയക്കാരനുമായി ബന്ധമുണ്ടായിരുന്നു. ഭാര്യയും മക്കളും സന്തോഷമായി കുടുംബം നയിക്കുന്ന ഒരാൾ. ഞാനും അയാളും തമ്മിലുള്ള ബന്ധം പറഞ്ഞ് അയാളുടെ ഭാര്യ അയാളെ ഡിവോഴ്സ് ചെയ്തു. അവരുടെ കുട്ടികൾ ഒറ്റയ്ക്കായി. ഇതൊക്കെ അയാളുടെ ജോലിയെ ബാധിച്ചു. എന്റെ തെറ്റുകൊണ്ട് ഒരു കുടുംബം തന്നെ ഇല്ലാണ്ടായി. കുടുംബ ബന്ധങ്ങളിൽ പ്രാധാന്യം കൊടുക്കാതെ ഇങ്ങനെ ജീവിക്കുന്നതോട് എനിക്ക് താല്പര്യമില്ല. ഞാനിനി ഇത് ആവർത്തിക്കില്ല.
ഇനി നിനക്ക് കണ്ണു തുറക്കാം. എല്ലാം പറയാം. അതൊക്കെ രഹസ്യമായിട്ടിരിക്കില്ലേ? ഉറപ്പു തരാൻ കഴിയില്ല. നീ ഈ പറയുന്നത് പുറത്തു നിൽക്കുന്നവർക്കും കേൾക്കാം. രഹസ്യമായി സൂക്ഷിച്ചത് പരസ്യമാക്കിയാലേ ദേഹി നമ്മളെ ഉപദ്രവിക്കാതെ തിരിച്ചു ചെപ്പിനകത്ത് കയറും. അതുകൊണ്ട് രഹസ്യമാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാതെ ചെയ്ത പാപം തുറന്നു പറഞ്ഞ് സമ്മതിക്കൂ. ശരി, ഞാനെല്ലാം പറയാം. ഞാനൊരു ഐഡിയോളജിയുടെയോ ആദർശത്തിന്റെയോ പിൻബലമില്ലാതെയാണ് സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നത്. അതൊക്കെ തികച്ചും പണത്തിനു വേണ്ടി മാത്രമായിരുന്നു. സംഘടനകളും മുതലാളികളും വ്യക്തികളും ഇവരൊക്കെ എനിക്ക് കാശ് തരുന്നതിനനുസരിച്ചായിരുന്നു ഞാൻ പ്രവർത്തിച്ചിരുന്നത്. ഇനി ഇത്തരം മനസാക്ഷിക്ക് വിരുദ്ധമായ ഒരു പ്രവർത്തനങ്ങളിലും ഞാൻ ഏർപ്പെടില്ല. ഇനി കണ്ണു തുറന്നുകൊള്ളൂ. ഇത്ര ഭയങ്കരയായിരുന്നോ ഞാൻ? നമ്മളെക്കുറിച്ച് അങ്ങനെ ഒരു ബോധം നമുക്കൊരിക്കലും ഉണ്ടാവില്ല. ഇപ്പൊ മനസ്സിലായില്ലേ? ഇനി കണ്ണടച്ച് എല്ലാം തുറന്നു പറഞ്ഞോളൂ. എന്നെ മറ്റുള്ളവരുടെ നേട്ടവും സന്തോഷവും എപ്പോഴും അലട്ടിയിരുന്നു. എല്ലാവരെക്കാളും മികച്ചു നിൽക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. പക്ഷെ എനിക്ക് ഒരിക്കലും അത് സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് ഞാൻ എന്റെ ചുറ്റുമുള്ളവരെ ഒന്നും നേടാൻ അനുവദിച്ചിരുന്നില്ല. എനിക്ക് അസൂയം കുശുമ്പാണെന്ന് എല്ലാവരും പറഞ്ഞിരുന്നു. ഞാനതൊന്നും കാര്യമായിട്ടെടുത്തില്ല. പലരുടെയും ജോലി അവസരങ്ങൾ ഞാൻ നഷ്ടപ്പെടുത്തിയിരുന്നു. പല കല്യാണങ്ങളും ഞാൻ മുടക്കി. ഇനി ചെയ്യില്ല, പറ്റില്ല എന്നെ കൊണ്ട്. ഞാനെന്ത് പറയാനാ? നിങ്ങൾക്കൊക്കെ അറിയാലോ എന്റെ പാപം. എനിക്ക് മോഷണ സ്വഭാവമുണ്ട്. അതല്ല, വേറെ എന്തോ പാപം നീ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒന്ന് ശരിയാണ്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒരു പെൺകുട്ടിയായിട്ട് പിണക്കത്തിലായിരുന്നു. എനിക്കെന്ന് 14-15 വയസ്സുണ്ടായിരുന്നേക്കും. അവൾക്ക് ആസ്മയുണ്ടെന്ന് അറിഞ്ഞിട്ടും അവളുടെ ഇൻഹേലർ ഞാൻ എടുത്തു വെച്ചു. അന്ന് അവൾ ശ്വാസം മുട്ടി ഒരുപാട് അനുഭവിച്ചു. ഇൻഹേലർ കാണാത്തതുകൊണ്ട് അവളെ പിന്നെ ആശുപത്രി കൊണ്ടുപോയി. അവൾ കുറച്ചു കാലം ആശുപത്രിയിലായിരുന്നു. എന്തെന്നറിയില്ല, ഈ സംഭവത്തിന് ശേഷം എനിക്ക് മോഷണ സ്വഭാവം ഉണ്ടായത്. എന്ത് സാധനങ്ങൾ ഇഷ്ടപ്പെട്ടാലും അതെടുക്കാനൊരു പ്രേരണ. ഇനി അത് ഉണ്ടാകില്ലെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇനി നിനക്ക് ആ അവസ്ഥ ഉണ്ടാവില്ല. ധൈര്യമായി പോകാം. കണ്ണു തുറക്കൂ. ഇനി ചേച്ചി കൂടിയേ ബാക്കിയുള്ളൂ. അടുത്തത് ചേച്ചിയുടെ അവസരമാണ്. ഞാനോ? അതിന് എനിക്കിതിൽ പങ്കില്ലല്ലോ. നിങ്ങളെല്ലാം കൂടി ചേർന്നല്ലേ പിശാചിനെ തുറന്ന് പുറത്തു വിട്ടത്. ഞാനെന്ത് തെറ്റ് ചെയ്തിട്ടാ? ഈ വീട്ടിലുള്ള എല്ലാവർക്കും ഇത് ബാധകമാണ്. ചേച്ചി എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിപ്പോ തുറന്നു പറയാ. ഇല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും അത് ബുദ്ധിമുട്ടായിട്ട് വരും. അതിന് ഞാൻ വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ചേച്ചി ഇവിടെ ഓരോ അസത്യം പറയുമ്പോഴും ദേഹി ഇങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ദൈവത്തെ ഓർത്തൊന്ന് കേൾക്ക്.
ശരി ശരി. വരൂ. അയ്യോ, കണ്ണടയ്ക്കോ ചേച്ചി. ചെയ്ത പാപം തുറന്നു പറയൂ. ഞാനിവിടെ വർഷങ്ങളായി പെൺകുട്ടികളെ പെയിൻ ഗസ്റ്റായിട്ട് താമസിപ്പിച്ച് വരിക. പലരും വന്നു പോകുന്നു. പക്ഷേ ഞാൻ പോലും അറിയാതെ ഇവിടുത്തെ പെൺകുട്ടികളുടെ നഗ്ന ചിത്രങ്ങൾ പുറത്തുള്ളവരെടുത്തോണ്ട് പോയി ഇന്റർനെറ്റിൽ കള്ളം പറയരുത് ചേച്ചി. ഞാൻ അറിഞ്ഞു. പുറത്തുള്ള പയ്യന്മാര് ഇവിടുത്തെ പെൺകുട്ടികളുടെ നഗ്ന ചിത്രങ്ങൾ എടുത്തോണ്ട് പോയത് ഞാൻ അറിഞ്ഞിട്ടാ. അല്ല, പുറത്തുള്ള പയ്യന്മാരല്ല, ഞാൻ തന്നെയാ. ഇവിടെ താമസിച്ചിരുന്ന പെൺകുട്ടികളുടെ നഗ്ന ചിത്രങ്ങൾ ഞാൻ തന്നെ എടുത്തത്. കുളിമുറിയിലും ബെഡ്റൂമിലും കുളിക്യാമറ വെച്ച് ഞാൻ തന്നെ എടുത്തത്. ചില പെൺകുട്ടികളുടെ സൗന്ദര്യത്തിൽ ഞാൻ എപ്പോഴും അസ്വസ്ഥയായിരുന്നു. ഞാൻ ഈ ഫോട്ടോകളും വീഡിയോകളും ഇന്റർനെറ്റിൽ അപ്ലോഡ് ചെയ്യുമ്പോ എനിക്കൊരു നേട്ടമില്ല, പക്ഷേ എനിക്കൊരു സന്തോഷം. അങ്ങനെ ഇരിക്കെ ഒരു പെൺകുട്ടിയുടെ വീഡിയോ അവളുടെ വീട്ടുകാരിലും സുഹൃത്തുക്കളിലും എത്തി. അവള് കോളേജിലും വളരെയധികം മാനസിക പീഡനങ്ങളും മറ്റും അനുഭവിച്ചു. അവൾ അവസാനം അവളുടെ വീട്ടിൽ ആത്മഹത്യ ചെയ്തു. എന്നിട്ട് ഞാൻ ഈ പരിപാടി നിർത്തിയില്ല. ഇപ്പോഴും ഞാനത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി ഞാൻ ചെയ്യില്ല. ദേഹി ചെപ്പിനകത്ത് കയറി. അതിന്റെ ലക്ഷണമാണ് വിളക്കണഞ്ഞത്. വരൂ, ഇനി പുറത്തു പോവാം. നിങ്ങളൊരു സ്ത്രീയാണോ? മറ്റു പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിക്കാനേ നിങ്ങൾക്ക് എന്തിന്റെ കുറവാ? ക്ഷമിക്കുമോളെ, എനിക്കൊരു അബദ്ധം പറ്റിയതാ. ഇനി ഞാൻ അങ്ങനെ ചെയ്യില്ല. വിട്. ഇതിനുള്ള ശിക്ഷ നിങ്ങൾക്ക് കിട്ടണം. ശ്രീകുട്ടി, ക്ഷമിക്കൂ. ഇതെല്ലാം മൂളിന്ന് ഒരാൾ കാണുന്നുണ്ട്. നമുക്ക് ധർമ്മത്തിന്റെ പാതയിൽ സഞ്ചരിക്കാം. എല്ലാം ദൈവനിയോഗം. ഈശ്വരൻ വേണ്ട ശിക്ഷയും അനുഗ്രഹവും നമുക്ക് തരും. ചേച്ചി വെറുതെ വിട. വിടുമോളെ. ആ അതെ അമ്മ, ഞാനവിടെ വിട്ടു. വേറൊരു ഹോസ്റ്റലിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആ ഏയ്, എനിക്കൊന്നും പറ്റിയില്ല. ഞാൻ വേണ്ട കർമ്മങ്ങളെല്ലാം ചെയ്യുന്നുണ്ടല്ലോ. എന്തായാലും ആ ദേഹി തിരിച്ച് ചെപ്പിലാക്കിയിട്ടുണ്ട്. ഇല്ല അമ്മ, ഏയ് കുഴപ്പമൊന്നുമില്ല. ഞാൻ 3 നേരം പൂജിക്കുന്നുണ്ട്. ആ ആ അടുത്ത ഹോസ്റ്റലിൽ ഞാൻ കുറച്ചുകൂടി ശ്രദ്ധിക്കാം. എന്തായാലും ആരും എടുത്തുകൊണ്ട് പോവാതിരിക്കാൻ ഞാൻ നോക്കിക്കോളാം. ആ ഞാനിപ്പോ ടാക്സിയിൽ ഇരിക്കാം. ആ ഞാൻ അവിടെ എത്തിയിട്ട് വിളിക്കാം.